ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനുള്ള തടസ്സങ്ങളെ കുറിച്ചാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി നമുക്ക് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ, കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്നാൽ എന്ത് എന്ന് പരിശോധിക്കാം. കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്നാൽ നാം പലപ്പോഴും ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഈ മനസ്സിലാകാത്തത് എന്തെങ്കിലും ഒരു തടസ്സമുള്ളത് കൊണ്ടാകാം. ആ ഒരു തടസ്സത്തെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുക്കുന്നത് സ്റ്റുഡന്റിന് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്തതിന്റെ പിന്നിലുള്ള കാരണം എന്താണോ ആ കാരണം, ആ ഒരു തടസ്സം, അത് കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ് എന്ന് പറയും. അതൊരു പക്ഷേ ഭാഷാപരമായ തടസ്സമാകാം. ഉദാഹരണത്തിന് ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷിലാണ്, സ്റ്റുഡന്റിന് ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല, ഇതൊരു ലാംഗ്വേജ് ബാരിയർ ആണ്. അല്ലെങ്കിൽ ആ ക്ലാസ് മുറിയിൽ ഭയങ്കര ശബ്ദമുണ്ട്, ബാക്കി ഉള്ള കുട്ടികളൊക്കെ വല്ലാത്ത ഒച്ചയിട്ടിങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്, അതിൻ്റെ പേരിലാണ് ഈ കുട്ടിക്ക് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് മനസ്സിലാകാത്തത്. അങ്ങനെയുള്ള ഫിസിക്കൽ ബാരിയർ ആകാം. ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കാതെ പോകുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെ കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ the information that is passed from a sender to a receiver tends to be obstructed by number of communication barriers. നമ്മൾ ഒരു സെൻഡർ റിസീവറിന് ഒരു സന്ദേശം അയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്ദേശം കൈമാറുന്ന സമയത്ത് വിവിധ കാരണങ്ങളാൽ ആ സന്ദേശം കൃത്യമായി റിസീവറിന് എത്തിയില്ല എന്ന് വരാം. അത്തരം തടസ്സങ്ങളെ ബാരിയേഴ്സ് എന്ന് പറയും. പ്രധാനമായും ഉള്ള ചില ബാരിയേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കാത്ത പോകുന്നതിൻ്റെ പിന്നിലുള്ള തടസ്സങ്ങളെ നമുക്ക് വിവിധ ഇനങ്ങളായി തിരിക്കാൻ പറ്റും. അതിലൊന്നാമത്തേത് സൈക്കോളജിക്കൽ ബാരിയർ ആണ്. സൈക്കോളജിക്കൽ ബാരിയർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മാനസികമായി എന്തെങ്കിലും സംഘർഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഉദാഹരണത്തിന് മാനസികമായി എന്തെങ്കിലും ടെൻഷൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഭയങ്കര പേടി കാരണം, അതുമല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഫിയർ കാരണം, ഒരു സ്റ്റേജിൽ കയറിയാൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ, അതൊക്കെ ഒരു പേടിയുടെ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇത്തരം മാനസികമോ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ തടസ്സങ്ങൾ കാരണം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, കാര്യങ്ങൾ വൃത്തിയിൽ പറയാൻ പറ്റാത്തൊരവസ്ഥ, അത്തരമൊരു അവസ്ഥയിൽ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കുന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതിൻ്റെ പിന്നിലുള്ള തടസ്സം സൈക്കോളജിക്കൽ ബാരിയർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സൈക്കോളജിക്കൽ ബാരിയർ എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. ഇനി ഇമോഷണൽ ബാരിയർ ആണ്. വൈകാരികമായ മെച്യൂരിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ ഭയങ്കര ദേഷ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ വല്ലാത്ത സന്തോഷമുള്ള സമയത്ത് ഒരു പക്ഷേ കൃത്യമായി കാര്യങ്ങൾ പറയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരാൾക്ക് മറ്റൊരാളോട് ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ ഒരു ദേഷ്യമുള്ള ആ ഒരു ആങ്കർ മൊമെന്റിൽ കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇവിടെയുള്ള തടസ്സം എന്ത് എന്ന് ചോദിച്ചാൽ ഇമോഷണൽ ബാരിയർ ആണ്, വൈകാരികമായ തടസ്സമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, വലിയ ദുഃഖമുള്ള സമയത്ത് അല്ലെങ്കിൽ ടെൻഷനുള്ള സമയത്ത് അല്ലെങ്കിൽ ദേഷ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ വല്ലാത്ത സന്തോഷമുള്ള സമയത്തൊന്നും പെട്ടെന്നൊരു ഡെസിഷൻ എടുക്കരുത്, തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് പറയാറുണ്ട്. കാരണം അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിന്റെ പെട്ടെന്ന് ചാടി കയറി എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നല്ല തീരുമാനങ്ങളാകാൻ സാധ്യതയില്ല എന്നത് ഒരു ഫാക്റ്റാണ് എന്ന് മനസ്സിലാക്കണം. പലരും ആത്മഹത്യകളൊക്കെ ചെയ്യാറുള്ളത് ഒരു പ്രത്യേക മൊമെന്റിൽ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളുടെ പേരിലാണ്. അപ്പൊ അത്തരം ആങ്കർ, ഹാപ്പിനെസ് തുടങ്ങിയ മൊമെന്റുകളിൽ നമ്മൾ
പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ പറയുന്ന സംസാരങ്ങൾ അതിനൊന്നും ഒരു പക്ഷേ കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കമ്മ്യൂണിക്കേഷന്റെ മേഖലയിലും സമാനമാണ് അതിലെ അവസ്ഥ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇമോഷണൽ ബാരിയർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വൈകാരികമായ കാരണങ്ങളാൽ കൃത്യമായി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇമോഷണൽ ബാരിയർ എന്ന് പറയുന്നത്. അടുത്തത് ഫിസിക്കൽ ബാരിയർ ആണ്, ഭൗതികമായ തടസ്സങ്ങൾ എന്ന് പറയാം. ഭൗതികമായ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വളരെയധികം ഒച്ച ഉള്ള സൗണ്ട് ഉള്ള നോയ്സി ആയ സ്ഥലത്ത്, ടൗണുകളിലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ വലിയ ശബ്ദമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് വാഹനങ്ങൾ, വളരെയധികം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിൽ ഒരുപക്ഷെ സാധാരണ നമ്മൾ മറ്റൊരാളോട് ഒരു കാര്യം പറഞ്ഞാൽ അതേ രൂപത്തിൽ പെട്ടെന്ന് കേൾക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഒരു മുറിക്കകത്തുള്ള വ്യക്തി മറ്റൊരു മുറിക്കകത്തുള്ള വ്യക്തിയോട് ഫോൺ കോളൊന്നും അല്ലാതെ സാധാരണ നമ്മുടെ ഓറലി തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അപ്പുറത്തെ റൂമിനകത്തുള്ള വ്യക്തിക്ക് പെട്ടെന്ന് കേൾക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്തായിരിക്കും കേൾക്കാൻ പറ്റാത്തതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ അവിടെയുള്ള ആ റൂമിന്റെ വാള്, റൂമിന്റെ മതില്, അതായിരിക്കും ഒരു പക്ഷേ കൃത്യമായ കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന വസ്തു. അപ്പോൾ ഇത്തരം ഫിസിക്കൽ ബാരിയേഴ്സ് അല്ലെങ്കിൽ ഭൗതികമായ തടസ്സങ്ങൾ അവിടെ ഉണ്ടായേക്കാം. ഇതൊക്കെ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി കൾച്ചറൽ ബാരിയേഴ്സ്, സാംസ്കാരികമായ തടസ്സങ്ങൾ എന്ന് പറയാം. നമുക്കറിയാം, ഒരു ഓഫീസിനകത്ത് അല്ലെങ്കിൽ ഒരു സ്കൂളില് അല്ലെങ്കിൽ ഒരു പബ്ലിക് വർക്ക് സ്പേസിൽ ഒരുപാട് വ്യക്തികൾ ഉണ്ടാകാം. ആ വ്യക്തികൾ പലപ്പോഴും വിവിധ മതങ്ങളിൽപ്പെട്ടവരാകാം, വിവിധ ജാതികളിൽപ്പെട്ട, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സാംസ്കാരിക കമ്മ്യൂണിറ്റികളിൽ നിന്ന് വരുന്നവരാകാം. പലപ്പോഴും ഒരു മതത്തിൽപ്പെട്ട വ്യക്തി മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചില ടേംസുകൾ അതേ അർത്ഥത്തിൽ കൈമാറാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അഥവാ കൾച്ചറൽ, സാംസ്കാരികമായ ചില തടസ്സങ്ങൾ അവിടെ അനുഭവിക്കേണ്ടി വന്നേക്കാം. ഒരു പക്ഷേ ഒരു വ്യക്തി പറയുന്ന ആ ഒരു പദപ്രയോഗം, ആ ഒരു ടേം മറ്റേ വ്യക്തിയുടെ, കേൾക്കുന്ന വ്യക്തിയുടെ സാമൂഹിക പരിസരത്ത്, സാംസ്കാരിക പരിസരത്ത് അങ്ങനെ ഒരു ടേം കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. ഇങ്ങനെ സാംസ്കാരികമായ തടസ്സങ്ങൾ കമ്മ്യൂണിക്കേഷനെ ബാധിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് പറയും. ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് പറഞ്ഞാൽ സംഘടനാപരമായ തടസ്സങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഥവാ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു സ്കൂൾ, ആ സ്കൂളില് ഒരു നിയമമുണ്ട് എന്ന് കരുതുക. അഥവാ ഒരു ടീച്ചർ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡയറക്റ്റായി മാനേജറെയോ പ്രിൻസിപ്പളിനോടോ പറയാൻ പാടില്ല. മറിച്ച് ആ ഒരു HOD, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനെയാണ് ആദ്യം കാര്യങ്ങൾ അറിയിക്കേണ്ടത്. എന്നിട്ട് HOD മുഖേന മാത്രമേ, HOD ആണ് പ്രിൻസിപ്പളിന് വിവരം കൈമാറേണ്ടത് എന്നൊരു നിയമമുണ്ട് എന്ന് കരുതുക. അഥവാ ഒരു വിവരം ആദ്യം ഒരു ടീച്ചർ കൈമാറേണ്ടത് ഡയറക്റ്റ് പ്രിൻസിപ്പളിനോടല്ല, മറിച്ച് HODയോടാണ്. HOD, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, എന്ത് ചെയ്യുന്നു? അതിനെ നേരെ മുകളിലേക്ക് പ്രിൻസിപ്പളിന് കൈമാറുകയാണ് വേണ്ടത് എന്നൊരു നിയമമുണ്ട് എന്ന് കരുതുക. പെട്ടെന്നൊരു എമർജൻസി സാഹചര്യത്തിൽ HOD ഫോൺ കോണ്ടാക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ പലപ്പോഴും ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ ടീച്ചറിന്, പ്രിൻസിപ്പളിന് വിവരം കൈമാറാൻ പറ്റാതെ വരുന്നുണ്ട് എന്ന് കരുതുക. അഥവാ അവിടെയുള്ള ഓർഗനൈസേഷണൽ റൂൾസ് കാരണം കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടക്കാതെ പോകുന്ന അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന തടസ്സങ്ങളെ ഓർഗനൈസേഷണൽ ബാരിയർ എന്ന് വിളിക്കാം. അടുത്തത് സെമാന്റിക് ബാരിയർ എന്ന് പറയും. ലാംഗ്വേജ് ബാരിയർ എന്ന് കൂടി നമുക്ക് വിളിക്കാം. സെമാന്റിക് ബാരിയർ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ തടസ്സങ്ങൾ എന്നാണ് അതിന്റെ മീനിങ്. അഥവാ ഒരു സംസാരിക്കുന്ന വ്യക്തി ഉപയോഗിക്കുന്ന ടെക്നിക്കൽ വേർഡ്സ്, സംസാരിക്കുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ റെസിപ്പിയന്റിന്, അത് കേൾക്കുന്ന വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറയുന്ന പദങ്ങൾ, അദ്ദേഹം ഉപയോഗിക്കുന്ന
പദങ്ങൾ ഒരു പക്ഷെ കേൾക്കുന്ന വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത, ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ തന്നെ വ്യത്യസ്ത ജില്ലകളുണ്ട്. ആ ജില്ലകളിൽ ഒരു പക്ഷെ കാസർഗോഡ് ജില്ലയിൽ ഏതെങ്കിലും ഒരു വസ്തുവിന് പറയുന്ന പേര് അല്ലെങ്കിൽ ചില ആശയങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെന്റൻസുകൾ അത് അതേ അർത്ഥത്തിലായിരിക്കില്ല മറ്റൊരു ജില്ലയിലുള്ള വ്യക്തികൾ ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു പദം മറ്റൊരു ജില്ലയിൽ മറ്റൊരർത്ഥത്തിന് വേണ്ടിയുള്ളതാകാം. ഇതൊക്കെ സെമാന്റിക് ബാരിയർ എന്ന് പറയുന്നത്. അഥവാ ഇത്തരം തടസ്സങ്ങൾ കാരണം കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടക്കാതെ പോകുന്നതിനെ സെമാന്റിക് ബാരിയർ എന്ന് പറയാം. ഇനി നമ്മൾ പഠിക്കുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ എന്ത് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ എന്ത്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കൃത്യമായ ഒരു സ്ട്രക്ചേർഡായ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വഴിയിലൂടെ, സിസ്റ്റമാറ്റിക് ആയ ഒരു സിസ്റ്റത്തിലൂടെ, കൃത്യമായ ഒരു സ്ട്രക്ചറിലൂടെ വിവരങ്ങൾ കൈമാറുന്നതിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, അത് തന്നെ വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയ രീതിയിലൂടെയാണ് വിവരങ്ങൾ കൈമാറുന്നതെങ്കിൽ അത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ ആ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും എന്തെങ്കിലും ഒരു വിവരം കൈമാറാനുണ്ടെങ്കിൽ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഒരു മെമോ, ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ട് അതിനെ ക്ലർക്ക് മുഖേന എല്ലാ ടീച്ചേഴ്സിനും ഒരു റിട്ടൺ ഡോക്യുമെന്റായി എത്തിച്ചു കൊടുക്കുന്നു എന്നതാണ്. ആ ഒരു റിട്ടൺ ഡോക്യുമെന്റ് എല്ലാ ടീച്ചേഴ്സും പരിശോധിച്ച് വായിച്ച ശേഷം അത് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നറിയിക്കുന്ന വിധത്തിൽ തൊട്ടപ്പുറത്തൊരു ഒപ്പുവെച്ച് ആ വിവരം കിട്ടിയിട്ടുണ്ട് എന്നതിന്റെ കൺഫർമേഷൻ കൊടുക്കുന്ന ഒരു രീതി. ഇതൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ രീതിയാണ്. അതേസമയം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് പരസ്പരം സംസാരിക്കുന്ന എന്തൊക്കെയോ സംസാരങ്ങൾ, അതൊക്കെ തീർത്തും ഇൻഫോർമലാണ്, അനൗപചാരികമായ സംസാരങ്ങളാണ്. അതിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല എന്നതാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടു കൺവേ ഇൻഫർമേഷൻ ഇൻ എ സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ എന്നതാണ്. സോ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ യൂസിങ് ദ പ്രോപ്പർ ചാനൽസ്. കൃത്യമായൊരു ചാനൽ ഉണ്ടാകും, കൃത്യമായൊരു മെത്തേഡ് അവിടെ ഉണ്ടാകും എന്നതാണ് അതിന്റെ പ്രത്യേകത. അതിനെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്നുകൂടി വിളിക്കാറുണ്ട്. പലപ്പോഴും സുപ്പീരിയേഴ്സ്, ഉയർന്ന സ്ഥാനത്തുള്ള ആളുകൾ താഴ്ന്ന സ്ഥാനത്തുള്ള ഉദ്യോഗങ്ങളിലുള്ള ആളുകളോട് വിവരം കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അഥവാ ഫോർമൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഈ ഒരു സന്ദേശം താഴെത്തട്ടിലുള്ള വ്യക്തികൾക്ക് കൃത്യമായി എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ വിവിധ തരങ്ങളിലുണ്ട്. അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവാർഡ് കമ്മ്യൂണിക്കേഷൻ, വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഹോറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്നിങ്ങനെ വിവിധ തരങ്ങളിലുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷനുകളുണ്ട്. അതിൽ വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിൽ അവിടെ ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടാകാം, താഴ്ന്ന പദവികളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടാകാം. അവർ തമ്മിൽ, താഴെത്തട്ടിലുള്ളവരും മുകൾ തട്ടിലുള്ളവരും തമ്മിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെ വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് വിളിക്കാം. വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഉയർന്ന തലത്തിലുള്ള ആളുകളും താഴെത്തട്ടിലുള്ള ആളുകളും തമ്മിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് മുകൾ തട്ടിലുള്ള ആള് താഴെത്തട്ടിലുള്ള ഒരു വ്യക്തിയോട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷനെ നമുക്ക് വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. അത് താഴെത്തട്ടിലുള്ള ആൾ മുകൾ തട്ടിലുള്ള ആളോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ തിരശ്ചീനമായ അല്ലെങ്കിൽ ലംബമായ, മുകളിൽ നിന്ന് താഴോട്ടുള്ള എന്നർത്ഥമുള്ള ഒരു പദമാണ് വേർട്ടിക്കൽ എന്ന് പറയുന്നത്. വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, ടാസ്ക്, റിക്വസ്റ്റ് ബിറ്റ്വീൻ individuals or groups at different levels of authority within an organization's hierarchy. ഒരു സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഒരു സംഘടനക്കകത്തുള്ള വിവിധ പദവികളിൽ ഇരിക്കുന്നവർ തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഹോറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ സെയിം ലെവലിൽ ഉള്ള വ്യക്തികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങളെയാണ് ഹോറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഓഫീസിൽ പ്രിൻസിപ്പൽമാർ ആ സ്കൂളിലെ
ടീച്ചേഴ്സുമാരോട് നടത്തുന്ന സംഭാഷണം കമ്മ്യൂണിക്കേഷൻ, അത് വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷനാണ്. അതേസമയം ആ സ്കൂളിലെ ടീച്ചേഴ്സ് പരസ്പരം നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, അഥവാ ഒരേ പദവിയിലുള്ള രണ്ടുപേർ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ഹോറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇനി ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് കൂടി നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, തീർത്തും ഒരേ പദവിയിൽ ഇരിക്കുന്നവർ തമ്മിലുള്ള സംഭാഷണം അല്ല, മറിച്ച് ഒരു ഉദാഹരണത്തിന് സ്കൂളിലെ ടീച്ചർമാര് മറ്റൊരു ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരോട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. അഥവാ ടീച്ചേഴ്സിന്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ഒരേ ലെവലിലുള്ള ആളുകളോടാണെങ്കിൽ ഹോറിസോണ്ടലാണ്, തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥരോടാണെങ്കിൽ വേർട്ടിക്കലാണ്. അതേസമയം ഒരു ബന്ധവും ഇല്ലാത്ത തീർത്തും മറ്റൊരു ഓഫീസിലുള്ള വ്യക്തിയോട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന്റെ പേരിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് ക്രോസ് വൈസ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ടീച്ചർമാര് PTA അംഗങ്ങളോട്, അല്ലെങ്കിൽ മറ്റൊരു ഓഫീസിലെ സ്കൂളുമായി ബന്ധമില്ലാത്ത മറ്റൊരു ഓഫീസിലെ അംഗങ്ങളോടൊക്കെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. ഇനി അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ തൊട്ടു മുകളിൽ വേർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ താഴെത്തട്ടിലുള്ള ആളുകൾ, സബോർഡിനേറ്റ്സ്, സുപ്പീരിയേഴ്സിനോട് നടത്തുന്ന, അല്ലെങ്കിൽ ലോവർ ആളുകൾ ഹയർ ലെവലിലുള്ള ആളുകളോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഇങ്ങനെയൊരു അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക്, അഭിപ്രായങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ കംപ്ലൈന്റ് പറയുക, റിക്വസ്റ്റുകൾ കൊടുക്കുക, അഭിപ്രായങ്ങൾ പറയുക, റിപ്പോർട്ട് സമർപ്പിക്കുക, റിയാക്ഷൻസ് അറിയിക്കുക, ഐഡിയകൾ ഷെയർ ചെയ്യുക തുടങ്ങിയ രീതിയിലൊക്കെയാണ് അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ നടക്കാറുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി ഡൗൺവാർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മുകൾ തട്ടിലുള്ള ആളുകൾ താഴെത്തട്ടിലുള്ള ആളുകളോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും പ്രിൻസിപ്പൽമാർ ടീച്ചേഴ്സിനോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, പലപ്പോഴും നിർദ്ദേശങ്ങൾ നൽകുക, അല്ലെങ്കിൽ കമാൻഡിങ് കൊടുക്കുക, ഓർഡറുകൾ പറയുക, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ്, വിവര കൈമാറ്റം, ഇതൊക്കെയാണ് ഡൗൺവാർഡ് കമ്മ്യൂണിക്കേഷനിൽ പെടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ എന്ത് എന്ന് നോക്കാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് വ്യക്തികൾ തമ്മിൽ ഫ്രീലി കൺവേഡ് ബിറ്റ്വീൻ 2 or more പീപ്പിൾ, രണ്ട് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന വളരെ അധികം ഫ്രീ ആയിട്ടുള്ള വിവര കൈമാറ്റങ്ങളെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ പലപ്പോഴും കൺവെൻഷണൽ റൂൾസിന് അവിടെ പ്രാധാന്യമില്ല, ഫോർമാലിറ്റീസ് അവിടെ പ്രാധാന്യമില്ല എന്നതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ നിയമങ്ങളൊന്നും നോക്കിയിട്ടല്ല സംസാരിക്കുന്നത്. നമ്മളൊരു ചായക്കടയിൽ നിന്ന് പരസ്പരം കൂട്ടുകാരോടൊപ്പം ചായ കുടിക്കുമ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ സംസാരങ്ങളൊക്കെ എന്തെങ്കിലും ഒരു റൂൾ അനുസരിച്ചിട്ടല്ല സംസാരിക്കുന്നത്. അവിടെ ഒരു റൂൾസും പരിഗണിക്കാതെ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് വളരെ ഓപ്പണായി സംസാരിക്കുന്ന അത്തരം സംസാരങ്ങൾ അനൗപചാരികമായ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കൃത്യമായി എവിടെ നിന്ന് തുടങ്ങണം എന്ന നിയമങ്ങളൊന്നും അവിടെ ഉണ്ടാകില്ല. ഒരു പക്ഷേ ആരോടും സംസാരിക്കാം, ആ സംസാരത്തിന്റെ ഇടയിൽ കയറി മറ്റുള്ള ആളുകൾ ഇടപെടുന്നുണ്ടാകാം. അങ്ങനെയൊക്കെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ സംഭവിക്കാം. ഇനി കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മര്യാദകൾ, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള മര്യാദകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എറ്റിക്കറ്റ്സ് എന്ന പദം തന്നെ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന, അല്ലെങ്കിൽ നമ്മെയും മറ്റുള്ളവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗ്രൂപ്പിനകത്ത് നിൽക്കുമ്പോൾ പരിഗണിക്കേണ്ട നിയമങ്ങളെ, സാമൂഹിക നോംസ്, സോഷ്യൽ നോംസുകളെ അല്ലെങ്കിൽ നിയമങ്ങളെയാണ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ എറ്റിക്കറ്റ്സ് എന്ന് പറയും. ലീഡർഷിപ്പ്, ക്വാളിറ്റി, ബിസിനസ്, പ്രൊഫഷൻസ്, ഇവയൊക്കെ നല്ല ചില മാനേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. അഥവാ നല്ല മാനറുള്ള ആളുകൾക്ക് ലീഡറാകാൻ പറ്റുള്ളൂ. ഈ രൂപത്തില് കൃത്യമായി കമ്മ്യൂണിക്കേഷനകത്തും ചില മര്യാദകൾ പാലിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനകത്തുള്ള എറ്റിക്കറ്റ്സ് അല്ലെങ്കിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഗൈഡ് ലൈൻസ് എന്ന് പറയാൻ പറ്റുന്ന നിയമങ്ങളല്ല, മറിച്ച് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചും
നമ്മളൊരു മരണ വീട്ടിൽ പോയാൽ മരണ വീട്ടിലെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചാണ് സംസാരിക്കുന്നത്. അതൊരു കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റാണ്. അതേ രൂപത്തിലല്ല ഒരു കല്യാണ വീട്ടിൽ പോയാൽ നമ്മൾ സംസാരിക്കുന്നത്. അവിടെ വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. ഈ രൂപത്തിൽ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മര്യാദകൾ എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ് എന്ന് കൂടി മനസ്സിലാക്കുക. അതിൽ പെട്ട ചില മര്യാദകൾ ഇവിടെ പറയുന്നുണ്ട്. നോക്കൂ, റെസ്പോണ്ടിങ് ക്വിക്ക്ലി, ഒരു സന്ദേശം കിട്ടിയാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക എന്നത് ഒരു മര്യാദയാണ്. അതോടൊപ്പം നമ്മൾ നന്ദി, ആരോടെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ, താങ്ക് യു പറയാനുണ്ടെങ്കിൽ പബ്ലിക്ലി തന്നെ അത് പറയുക. അതോടൊപ്പം കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് സമയാസമയങ്ങളിൽ അറിയിക്കുക. നമ്മുടെ ഭാഗത്തൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്ലി തന്നെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് തന്നെ അതിന് ക്ഷമ ചോദിക്കുക. അതോടൊപ്പം നമ്മുടെ വ്യക്തിയുടെ ഒരു ഇന്റഗ്രിറ്റി, നമ്മുടെ പേഴ്സണൽ ഇന്റഗ്രിറ്റി എല്ലാവരുടെയും മുന്നിൽ പ്രകടിപ്പിക്കുക. അതോടൊപ്പം കൃത്യസമയത്ത് തന്നെ പറയേണ്ടത് അതേ സമയത്ത് തന്നെ വളരെ മാന്യമായ രീതിയിൽ പറയുക. ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ഒരു നിലക്കും നമുക്കത് ചെയ്യാൻ പറ്റാത്ത സഹായമാണെങ്കിൽ വളരെ മാന്യമായി, പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ എനിക്കത് പറ്റില്ല, ഇന്നാൽ എന്ന കാരണങ്ങളാൽ അത് പറ്റൂല എന്ന് വളരെ മാന്യമായി പറയുന്ന, അഥവാ സമയത്ത് തന്നെ അത് പറയുക എന്നതൊരു കമ്മ്യൂണിക്കേഷന്റെ ഒരു മര്യാദയാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം മറ്റുള്ളവർക്ക് അർഹമായ പരിഗണന നൽകുക എന്നത്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, മറ്റുള്ളവരെ പുകഴ്ത്തി സംസാരിക്കുക, മറ്റുള്ളവരെ കുറിച്ചൊക്കെ നല്ല വാക്കുകൾ മാത്രം പറയുക എന്നതൊരു കമ്മ്യൂണിക്കേഷന്റെ മര്യാദയാണ്. അതോടൊപ്പം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക എന്നത്, അതോടൊപ്പം ഒരു അഭിപ്രായം ഇങ്ങോട്ട് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നല്ല ഫീഡ്ബാക്ക് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പറയുന്നു. അതോടൊപ്പം നമ്മൾ നൽകുന്ന വാഗ്ദാനങ്ങൾ അത് കൃത്യമായി പാലിക്കുക. ഒരു യാത്ര പോകാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ പോവുക. അതേപോലെ കാര്യങ്ങളൊക്കെ ട്രൂത്ത്ഫുള്ളായി, കൈൻഡായി, വളരെ മാന്യമായി, വളരെ സത്യസന്ധതയോടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നത്, ഇതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷന്റെ മര്യാദയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറയുന്നത് ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പലതവണ പഠിച്ചതാണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വായയിലൂടെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, സംസാരങ്ങളെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതേസമയം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ടൈപ്പിഡ് അല്ലെങ്കിൽ എഴുതിയിട്ട്, പേന എടുത്ത് എഴുതിയിട്ടൊക്കെ നൽകുന്ന റിട്ടൺ ഫോർമാറ്റിലൂടെ ഉള്ള കമ്മ്യൂണിക്കേഷന് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഈ രണ്ട് കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ത് എന്നാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് is the process of sending messages or reports orally from the dispatcher to the receiver. അഥവാ ഒരാൾ ഒരു സന്ദേശം മറ്റൊരാൾക്ക് വായയിലൂടെ ഓറലി സന്ദേശം കൈമാറുന്നുണ്ടെങ്കിൽ അതിനെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. പലപ്പോഴും ഓറൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ഇൻഫോർമൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ പറ്റും. അഥവാ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് അനൗപചാരികമായിട്ടാണ്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്നത് ഇൻഫോർമൽ ആയിട്ടാണ്. അതേസമയം നമ്മൾ ഓഫീസുകളിലേക്ക് അല്ലെങ്കിൽ കളക്ടർക്ക്, മന്ത്രിമാർക്കൊക്കെ എന്തെങ്കിലും അഭ്യർത്ഥന, റിക്വസ്റ്റോ മറ്റോ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ റിട്ടൺ ആയിട്ടാണ് കൊടുക്കാറുള്ളത്. അത് ഫോർമൽ ആയിട്ടുള്ള പല കമ്മ്യൂണിക്കേഷനും റിട്ടൺ ആയിട്ടാണ് നടക്കുന്നത്. ഇൻഫോർമൽ ആയിട്ടുള്ള പല കമ്മ്യൂണിക്കേഷനും ഓറൽ ആയിട്ടാണ് നടക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. അതോടൊപ്പം ഓറൽ കമ്മ്യൂണിക്കേഷൻ ലാക്സ് എനി കൈൻഡ് ഓഫ് റെക്കോർഡ് ഓർ ഡ്രാഫ്റ്റിംഗ്. പലപ്പോഴും ഓറൽ കമ്മ്യൂണിക്കേഷന് റെക്കോർഡിംഗ് ഉണ്ടാകാറില്ല എന്നതൊരു പ്രത്യേകതയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. ഇത്തരം സംസാരങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടാറില്ല എന്നതൊരു പ്രത്യേകതയാണ്. ഇത്തരം സംസാരങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടാറില്ല. സംസാരിച്ച് കഴിയുമ്പോൾ ആ സംസാരം തന്നെ കഴിഞ്ഞു എന്ന രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഇൻഎക്സ്പെൻസീവ് ആണ് എന്ന് പറയാം. ചെലവില്ലാത്തൊരു പണിയാണ്, ഏർപ്പാടാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം റിട്ടൺ കമ്മ്യൂണിക്കേഷന് ചെലവ് വേണ്ടി വരും. ഒരു പക്ഷേ നമ്മൾ ഇമെയിൽ അല്ലെങ്കിൽ പ്രിന്റ് എടുക്കണം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വേണം, അല്ലെങ്കിൽ അത്തരം രേഖകൾ, കത്തുകൾ എഴുതാൻ വേണ്ടി പോസ്റ്റ് ചെയ്യണം തുടങ്ങിയ എക്സ്പെൻസീവായ മാർഗങ്ങളാണ് പലപ്പോഴും റിട്ടൺ കമ്മ്യൂണിക്കേഷനിലുള്ളത്. അതേസമയം ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇൻഎക്സ്പെൻസീവ് ആണ്, ചെലവില്ലാത്ത പണിയാണ്. ഓറൽ കമ്മ്യൂണിക്കേഷനിലെ മറ്റൊരു പ്രത്യേകത പലപ്പോഴും റെസ്പോൺസസ് വളരെ വേഗത്തിൽ കിട്ടുന്നുണ്ട് എന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. റെസ്പോൺസ് വളരെ വേഗത്തിൽ കിട്ടും. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ്
വളരെ വേഗത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്നത് ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് ലെസ് ടൈം ടു പ്രിപ്പയർ ആൻഡ് ഡെലിവർ മെസ്സേജസ്. ഓറൽ കമ്മ്യൂണിക്കേഷന് കൂടുതൽ സമയങ്ങൾ, നമ്മൾ ആ സന്ദേശം കൊടുക്കാൻ കൂടുതൽ സമയങ്ങൾ വേണ്ടി വരില്ല. എന്നോടൊരു കാര്യം ചോദിച്ചാൽ അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ മറുപടി എനിക്ക് പറയാൻ പറ്റും. കാരണം അത് ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ആദ്യം എഴുതി തയ്യാറാക്കി ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്ത് പോസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള ടൈം എടുക്കുന്ന പ്രോസസ്സ് അവിടെ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇത് ഒരു പെട്ടെന്ന് നടക്കുന്ന ഏർപ്പാടാണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓറൽ കമ്മ്യൂണിക്കേഷന്റെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൃത്യമായി നമുക്കൊരു പ്രത്യേക പിച്ചിലും ട്യൂണിലും, ഞാനൊരു കാര്യം പറയുമ്പോൾ എൻ്റെ ശബ്ദത്തിൻ്റെ വേരിയേഷൻ അനുസരിച്ച് എവിടെയാണോ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി എൻ്റെ സംസാരത്തിൻ്റെ പിച്ചും ട്യൂണും അനുസരിച്ച് കേൾക്കുന്ന ആൾക്ക് വ്യക്തമാകും. അതേസമയം ഒരാൾ നിങ്ങൾ എൻ്റെ കൂടെ ഡൽഹിയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ സംസാരത്തിൽ നിന്ന് തന്നെ ഒരു പക്ഷെ കേൾക്കുന്ന ആൾക്ക് അദ്ദേഹത്തിന് വരാൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കാം. അതേസമയം ഞാൻ വരുന്നുണ്ട് എന്ന് നല്ല ഒരു ട്യൂണിലാണ് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് വരാൻ താല്പര്യമുണ്ട് എന്നാണ് അറിയിക്കുന്നത്. ഈ രൂപത്തിൽ പിച്ചും ട്യൂണും മാറ്റിയിട്ട് അർത്ഥങ്ങൾ നൽകുന്ന രീതിയിൽ പിച്ചിനും ട്യൂണിനെയും ക്രമീകരിക്കാൻ ഓറൽ കമ്മ്യൂണിക്കേഷനെ കൊണ്ട് പറ്റുമെന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും ശ്രദ്ധിക്കണം. അത് റെക്കോർഡ് ഇല്ല, ഓറൽ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അതോടൊപ്പം ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോർമൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ റെസ്പോൺസസ് വെരി ക്വിക്കാണ് എന്ന് മനസ്സിലാക്കണം. ലെസ് ടൈമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന് കൃത്യമായി പിച്ചിലും ട്യൂണിലും നമുക്കത് സന്ദേശം കൈമാറാൻ പറ്റും എന്നതുകൂടി മനസ്സിലാക്കണം. അതോടൊപ്പം നമ്മൾ എടുക്കുന്ന എഫേർട്ട് അതിനു വേണ്ടി എടുക്കുന്ന പരിശ്രമങ്ങളെ കുറക്കുന്നുണ്ട്. സാധാരണഗതിയിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ അതിന് റിസ്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ സന്ദേശം എഴുതണം, പിന്നീട് ടൈപ്പ് ചെയ്യണം, അതിനെ പ്രിന്റ് എടുക്കണം. ഇത് എഫേർട്ടുള്ള പണിയാണ്. അതേസമയം ഇവിടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നത് റിഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് എഫേർട്ട് റിക്വയർഡ് ആൻഡ് സേവ്സ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം. സമയം ലാഭിക്കുന്നുണ്ട് എന്നത് കൂടി മറ്റൊരു പ്രത്യേകതയാണ്. എന്ന് മാത്രമല്ല ഇതൊരു മോർ പേഴ്സണൽ ടച്ച്, നമ്മൾ മറ്റൊരാളോട് കാര്യങ്ങൾ കൈമാറുമ്പോൾ സംസാരിക്കുമ്പോൾ കൂടുതൽ പേഴ്സണൽ ടച്ച് ഇതിലുണ്ടാകുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കാം. ഇനി ഓറൽ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ കൂടി ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, മേക്ക് ഷുവർ ദ ലാംഗ്വേജ്, നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഭാഷ അത് കൃത്യമായി ഫ്രെയിം ചെയ്യപ്പെട്ട, അതോടൊപ്പം നല്ല രീതിയിൽ പിച്ചും ട്യൂണും ഒക്കെ ക്രമീകരിച്ച രീതിയിലാകണം. അതോടൊപ്പം നല്ല ക്ലാരിറ്റി ഉണ്ടാകണം. സങ്കീർണമായ, കേൾക്കുന്നവർക്ക് തിരിയാത്ത രൂപത്തിൽ, മനസ്സിലാകാത്ത രൂപത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ഭാഷ, സങ്കീർണമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കരുത്. വലിയ സാഹിത്യമാണ് എന്ന ധാരണയിൽ എന്തൊക്കെയോ കട്ടി പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് കേൾക്കുന്നവർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ട കാര്യമല്ല എന്നുകൂടി മനസ്സിലാക്കണം. അതോടൊപ്പം എസ്റ്റാബ്ലിഷിങ് ഐ കോണ്ടാക്ട്, അതോടൊപ്പം നമ്മുടെ കണ്ണിന്റെ കോണ്ടാക്ട്, അഥവാ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി സംസാരിക്കണം. തല താഴ്ത്തി സംസാരിച്ചാൽ ഒരു പക്ഷേ അത് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊള്ളണമെന്നില്ല, അതിന് തടസ്സമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം അഡ്ജസ്റ്റിംഗ് ബോഡി ലാംഗ്വേജ്, കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് ഗൗരവമുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ മുഖത്ത് ഗൗരവം പ്രകടമാകണം. സന്തോഷമുള്ള തമാശ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ മുഖത്ത് ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് അത് ബോധ്യപ്പെടണം. ഇനി ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അതിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വിവരങ്ങൾ റിട്ടൺ ഫോമിലൂടെ റെസിപ്പിയന്റിന് കൊടുക്കുന്നതിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഒരു ഫോമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റായ ചില പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. നേരത്തെ ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോമൽ എന്ന് പറഞ്ഞു, അതേസമയം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഫോമൽ കമ്മ്യൂണിക്കേഷൻ ആണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷന് ചിലപ്പോഴൊക്കെ ചെലവുകൾ ആവശ്യമായി വരാറുണ്ട് എന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് മോർ ടൈം, കൂടുതൽ സമയം, ഫീഡ്ബാക്ക് കിട്ടാൻ കൂടുതൽ സമയമെടുക്കും. നമ്മളൊരു കത്തങ്ങോട്ട് കൈമാറി അവിടെ റിപ്ലൈ കിട്ടാൻ ചിലപ്പോൾ ദിവസങ്ങൾ, ചിലപ്പോൾ ആഴ്ചകളൊക്കെ എടുത്ത് എന്ന് വരും എന്നൊക്കെ മനസ്സിലാക്കുക.
ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ ചില ഉദാഹരണങ്ങൾ ലെറ്റേഴ്സ്, റിസർച്ച് പേപ്പേഴ്സ്, റിപ്പോർട്ട്സ്, മെമ്മോസ് ഒക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു റെക്കോർഡഡ് പ്രൂഫാണ്. നമുക്കൊരു വിവരം, ഒരു സന്ദേശം വലിയൊരു ഓഫീസിൽ നിന്ന് കിട്ടിയാൽ നമുക്കതൊരു പ്രൂഫായി എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതേസമയം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ പിന്നീട് 1-2 ദിവസത്തിൽ ഒരു പക്ഷെ അത് മറന്നു പോയേക്കാം, അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് മറ്റൊരാളോട് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷെ അത് അവർ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല, കാരണം പ്രൂഫില്ല എന്നതാണ്. എന്നാൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കിട്ടിയ റിട്ടൺ ഡോക്യുമെന്റ് ഒരു പ്രൂഫാണ് എന്ന് കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത് ഭാവിയിൽ നമുക്കൊരു പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന് പുറമെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വലിയൊരു ഓഡിയൻസിന്, ഇപ്പോൾ ന്യൂസ് പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ, വാർത്തകൾ പത്രങ്ങളിലൂടെ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വലിയൊരു സമൂഹത്തിന് നൽകുമ്പോൾ ലാർജ് നമ്പർ ഓഫ് പീപ്പിളിന് ഒരേ റിട്ടൺ ഡോക്യുമെന്റിന്റെ കോപ്പി എടുത്ത് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം അക്യുറസി ഓഫ് ഇൻഫർമേഷൻ പ്രസന്റഡ് ഈസ് ദ സെയിം ഫോർ ദ എൻ്റയർ ഓഡിയൻസ്. ഞാൻ ഒരേ വിഷയം 5 വ്യക്തികളോട് വിവിധ സമയങ്ങളിൽ പറഞ്ഞാൽ ഒരു പക്ഷേ 5 വ്യക്തികളോട് പറയുന്ന സന്ദേശത്തിൽ ചെറിയ മീനിങ് വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഒരേ സന്ദേശം ടൈപ്പ് ചെയ്ത 5 പേർക്കും സെയിം ഡോക്യുമെന്റ് തന്നെ കൊടുത്താൽ എല്ലാവർക്കും കിട്ടുന്ന ആ ഡോക്യുമെന്റ്, റിട്ടൺ ഡോക്യുമെന്റ് സെയിം ആയതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്ന സന്ദേശവും സെയിം ആയിരിക്കും എന്നതുകൂടി മനസ്സിലാക്കുക. അഥവാ എല്ലാ അംഗങ്ങൾക്കും കിട്ടുന്ന അർത്ഥം സെയിം ആയിരിക്കും. കാരണം എല്ലാവർക്കും കൊടുക്കുന്ന സന്ദേശം സെയിം ആയതുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്ന സന്ദേശവും സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കണം. അതേസമയം ഓറലി ആണെങ്കിൽ 5 പേരോട് വിവിധ സമയങ്ങളിൽ 5 ഒരേ കാര്യം പറയുമ്പോൾ പറയുന്ന സമയത്ത് ഒരു പക്ഷേ പിച്ചും ട്യൂണൊക്കെ മാറി അർത്ഥങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷനെ ഇഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതാണ് ഇവിടെ പറയുന്നത്. കംപ്ലീറ്റ്നെസ്സോടുകൂടി എഴുതുക, ക്ലാരിറ്റിയും അക്യുറസിയും ഉണ്ടായിരിക്കുക. അതോടൊപ്പം എഴുതുന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി അക്യുറേറ്റ് ആയി എഴുതുക എന്നത്, മെസ്സേജുകൾ തെറ്റുകളൊന്നുമില്ലാതെ ക്ലിയർ ആയി എഴുതുക എന്നതൊക്കെ ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ആബ്സെൻസ് ഓഫ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആൻഡ് ഇഫക്റ്റീവ് സൗണ്ട് മോഡുലേഷൻ എന്നത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. അഥവാ നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. അതോടൊപ്പം ഈ പറയുന്ന വ്യക്തിയുടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ് എന്ന് കൃത്യമായി പിച്ചും ട്യൂണിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നത് ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഇത്രയും വിഷയങ്ങളാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്. താങ്ക് യു.